ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഹണി ക്രേപ്പ് ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത്ര മുന്തിരി എടുത്തിട്ടുണ്ട്. ഞാൻ നല്ല വൃത്തിയിൽ കുറേ വെള്ളത്തിലെല്ലാം കഴുകി റെഡിയാക്കി എന്നിട്ട് എടുത്തതാണ്. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് വേവിക്കണം മുന്തിരിനെ. അപ്പോൾ അതാണ് പരിപാടി. എല്ലാം എടുത്തിട്ട് അപ്പോൾ നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കാം. വേവിച്ചെടുത്തതിൻ്റെ ശേഷം അത് തണിഞ്ഞ് കഴിഞ്ഞിട്ടാകുമ്പോൾ അടുത്ത പരിപാടി. അതിൽ ഹണിയാന്ന് ഒഴിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് ഹണി ഒഴിക്കാം, പഞ്ചസാര ഒരു ലായനിയാക്കിയിട്ടാണ് ഒഴിക്കുന്നെങ്കിൽ അങ്ങനെ ചെയ്യാം, എന്തായാലും കുഴപ്പമില്ല. അപ്പം ഞാൻ ഗ്യാസ് കത്തിച്ചിട്ട് ഈ മുന്തിരിനെ വേവിക്കാൻ വെക്കട്ടെ. ഇതാ, അപ്പം ഇതവിടെ നിന്ന് വേവട്ടെ. വെന്തതിൻ്റെ ശേഷമാണ് നമുക്ക് അടുത്ത പരിപാടി നോക്കേണ്ടത്. അപ്പോൾ ഇത് വെന്തതിൻ്റെ ശേഷം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. ഇതാ കണ്ടല്ലോ അടുപ്പത്ത് വെച്ചത്. അപ്പോൾ നല്ലോണം തിളച്ച് മുന്തിരി അതിൽ വെന്ത് നല്ല കണ്ടീഷൻ ആവണം. അതിൻ്റെ ശേഷമാണ് തണിയാൻ വെക്കണം. തണിഞ്ഞതിൻ്റെ ശേഷമാണ് അടുത്ത പരിപാടി കേട്ടോ. കുറച്ച് ഏലക്കായ പൊടിച്ചതും എല്ലാം ഇട്ട് കൊടുക്കണം അതിൻ്റെ അകത്ത്. അപ്പോൾ അതൊന്ന് പതച്ച് റെഡിയാവട്ടെ. അപ്പോൾ ഇതാ ഗൈസ്, നമ്മളെ മുന്തിരി നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം ഞാനൊന്ന് ഇളക്കി കൊടുക്കട്ടെ. മുന്തിരിൻ്റെ എല്ലാ സത്തും ഈ വെള്ളത്തിലേക്ക് കഴിയണം. അപ്പം നല്ല അടിപൊളിയായിട്ട് വെന്ത് വരട്ടെ. എന്നിട്ടിത് തണിയാൻ വെക്കണം. നമുക്ക് തണിഞ്ഞിട്ട് വേണം നമുക്കിതിൻ്റെ തോല് മാറ്റാൻ. അടിപൊളിയായിട്ട് തിളക്കുന്നുണ്ട്. അപ്പം ഇനി ഞാൻ ഗ്യാസ് ഓഫ് ആക്കുന്നതാണ്. ഇനി ഇത് തണിഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് കാണാം എന്നാണ് ചെയ്യുന്നതെന്നുള്ള. അപ്പം ഇതാ ഗൈസ്, ഞാൻ മുന്തിരിയെല്ലാം വേവിച്ചിട്ട് പാത്രത്തിലേക്കാക്കി. ഇപ്പം ഏകദേശം തണിഞ്ഞ്. ഇനി നമുക്ക് ഇതിൻ്റെ തോല് കളഞ്ഞളയണം. തോല് വേണ്ട ഇതിന്. ഇങ്ങനെ പീഞ്ഞിട്ട് ഇത് എടുത്ത് കളയണം. കണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിലത്തെ വെള്ളയട വെക്കുക, തോല് കളഞ്ഞ് കളയുക. അതാ ചെയ്യേണ്ടത്. ഇതാ ഇങ്ങനെ ഉള്ളിലത്തെ സത്ത് മാത്രം. ഇപ്പോൾ തോലെല്ലാം ഇങ്ങനെ കിട്ടുന്നുണ്ട്. അപ്പം അങ്ങനെ എടുത്തിട്ടെല്ലാം കളഞ്ഞ് കളയണം. എന്നിട്ട് അതിൻ്റെ ഈ ജ്യൂസ് പോലത്തെ സാധനമാണ് എടുക്കുക. പിന്നെ ഈ വെള്ളം ഇതുണ്ടല്ലോ, അത് നമ്മൾ കുടിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് തന്നെ ഉണ്ടാവും. എന്നിട്ട് ഇതിൽ തേനോ പഞ്ചസാരയുടെ ലായനിയോ ഒഴിച്ചിട്ടാണ് കുടിക്കേണ്ടത്. അത് ഇതിൽ തന്നെ ഒഴിച്ച് വെക്കുന്നതിനും പ്രശ്നമില്ല. ഓരോ ഗ്ലാസ്സിൽ ഒഴിച്ചിട്ടാണ് അങ്ങനെ എടുക്കുന്നെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ ഇതാ ഇങ്ങനെ ഈ തോല് മൊത്തം എടുത്ത് കളയണം നമുക്ക്. മറ്റല്ലാണ്ട് ഇത് കിട്ടൂലല്ലോ. ഇല്ലേ പിന്നെ അരിപ്പേനെ കൊണ്ട് അരിച്ചിട്ടാക്കേണ്ടി വരും. അന്നേരം പിന്നെ ഇതിൻ്റെ സത്ത് കിട്ടൂല. ഇത് ഇതിൻ്റെ ഉള്ളിലത്തെ ഈ സത്ത് എടുക്കണം എന്നാണ് അതിൻ്റെ കണക്ക്. തോല് മാത്രമേ കളയാൻ പാടുള്ളൂ. പിന്നെ ഇടക്കിടക്ക് കുരുവെല്ലാം ഉണ്ടാവും, അത് പ്രശ്നമില്ല. നമ്മൾ കുടിക്കുമ്പോൾ അങ്ങോട്ട് കളഞ്ഞേക്കുക. ഇങ്ങനെയാണ് ഇത് റെഡിയാക്കി എടുക്കേണ്ടത്. കണ്ട, ഇതാ വെറും തോല് മാത്രം ഇങ്ങനെ കിട്ടിയിട്ടാണില്ലേ, പിണ്ടി പോലെ ഇതാ തോല് കിട്ടിയിട്ട് ഇതേപോലെയാണ് എല്ലാം എടുക്കേണ്ടത്. അപ്പം ഞാൻ ഇതേപോലെ എല്ലാം എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതാണല്ലേ. അപ്പോൾ ഗൈസ്, ഞാനെന്ത് പണിയെടുക്കുന്നത്, കൈകൊണ്ട് പീഞ്ഞാക്കാണ്ട് അരിപ്പയിൽ വെച്ച് അരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. എന്നാൽ പിന്നെ നമ്മളെ പരിപാടി വേഗം കഴിഞ്ഞില്ലേ. മറ്റൊരാളുടെ ഇത് കൈ കൊണ്ടെല്ലാം പീഞ്ഞെടുക്കലൊന്നും നടക്കൂല. ഞാൻ നോക്കി. അപ്പോൾ ഇതിൻ്റെ തോലും പുന്തിയും എല്ലാം ഒരുമിച്ച് തന്നെ വരുന്ന പോലെയുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഞാൻ എടുക്കുന്നത്. ഇതിൻ്റെ സത്തുകളെല്ലാം അതിൽ കിട്ടുമല്ലോ. കുരുവെല്ലാം മറ്റേ കുരുവില്ലാണ്ട് തന്നെ എടുക്കാമല്ലോ. കുരു അടക്കിയായിരിക്കും ഇല്ലേ കിട്ടുക. അപ്പോൾ ഇങ്ങനെ എടുക്കാൻ വിചാരിച്ചു. അതിൻ്റെ എല്ലാ സത്തും
എന്നിട്ട് ബാക്കിയുള്ള പുല്ലി പോലത്തെ നമുക്ക് കളയാം. അപ്പോൾ എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഹണിയോ പഞ്ചസാര ലൈനിയോ ഒഴിച്ച് നമുക്ക് സൂക്ഷിച്ച് വെക്കാം. ആവശ്യത്തിന് ആരെങ്കിലും വരുമ്പോൾ നമുക്ക് ഓരോ ഗ്ലാസ് എടുത്ത് വെക്കാം. അങ്ങനെയാക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഞാനിതെല്ലാം ഇങ്ങനെ അരിച്ചെടുക്കട്ടെ. അപ്പോൾ ഇതാ കുരുവെല്ലാം ഇതിൻ്റെ അകത്ത് മര്യാദയ്ക്ക് കിട്ടുന്നുണ്ട്. അല്ലേ ആ കുരു ഇങ്ങനെ ഇടക്കിടക്ക് കഴിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ എനിക്ക് തോന്നി ഇതാണ് നല്ലത്. അതാണ് ഞാൻ ഈ ഐഡിയ എടുത്തത്. ആദ്യം ഞാൻ വിചാരിച്ച് വെറുതെ പിഞ്ഞ് എടുക്കാമെന്ന്. ഇപ്പോൾ ഇല്ല. അപ്പോൾ ഞാനതെല്ലാം എടുക്കട്ടെ. ഇതാകുമ്പോൾ ഇതിങ്ങനെ കുരുവെല്ലാം വേറെ കിട്ടും. നമ്മൾ ജ്യൂസ് അടിക്കുമ്പം കുരുവെല്ലാം ഇതേപോലെ ഇങ്ങനെ അരിഞ്ഞിട്ടല്ലേ ഉണ്ടാവുക. അപ്പം ഞാൻ ഇതിലേക്ക് മാറ്റട്ടെ. കണ്ട. അപ്പോൾ ഇത് കൊഴുപ്പ് ജാസ്തിയാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്ത് വേണം, നമുക്ക് കുറച്ച് തണുത്ത വെള്ളം എടുത്ത് എന്നിട്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞിട്ടാണ് ചെയ്യുക. അപ്പം ഞാൻ ഇതിൻ്റെ അകത്ത് തേനാക്കിയതും പഞ്ചസാര ലൈനിയാക്കിയതും കുറേശ്ശെ എടുത്തിട്ട് ടേസ്റ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പം ഞാനിതാ കുറച്ച് ഹണി ഒഴിക്കുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. ഹണി ഒഴിക്കട്ടെ. എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ഗ്ലാസ് ഇതാ ഇതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് ഹണി ഒഴിക്കുന്നുണ്ടേ. കുറച്ച് ഹണി ഒഴിച്ച്. അപ്പം ഇനി ഞാൻ കുറച്ച് ജ്യൂസ് ഒഴിക്കട്ടെ. ഞാനിപ്പോൾ ആക്കി വെച്ച ഇതാ ഹണി ഗ്രേപ്പ് ജ്യൂസ് ഇതാ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഞാനൊന്ന് ഇളക്കട്ടെ. കുടിച്ച് നോക്കിയിട്ട് ഞാൻ അഭിപ്രായം പറയാം. വാവ്, സൂപ്പർ ടേസ്റ്റ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് തന്നെ തേനോ പഞ്ചസാര ലൈനിയോ ആക്കിയിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. എല്ലാം ഇതേപോലെ ചെയ്ത് നോക്കിക്കോ. സൂപ്പർ സാധനം. ഒന്നും കുരുവൊന്നുമില്ല. ഇതേപോലെ അരിച്ചെടുത്താൽ മതി. വാ. ഇനി ഞാനിവിടെ കുറച്ച് പഞ്ചസാര ലൈനിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് കുറച്ച് ഒഴിക്കട്ടെ. കുറച്ച് പഞ്ചസാര ലൈൻ, അധികമൊന്നുമില്ല. ഇതിലേക്ക് ഞാൻ കുറച്ച് നമ്മളെ ഈ ജ്യൂസൊന്ന് ഒഴിക്കട്ടെ. എന്നിട്ട് ഞാൻ കുടിച്ചിട്ട് അഭിപ്രായം പറയാം. ഏതാണ് ടേസ്റ്റ് എന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഹണിയാണോ എടുക്കുന്നത് നല്ലത്, പഞ്ചസാര ലൈനിയാണോ? രണ്ടും സൂപ്പറാ ഗൈസ്. ഇതാ. അപ്പം എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കിക്കോ കേട്ടാ. അടിപൊളി സാധനം. നമ്മൾ മറ്റേതിങ്ങനെ പച്ച അടിച്ചിട്ട് ഇതാക്കുന്നേരം നല്ലതാണ്. ഇങ്ങനെയാക്കിയിട്ട് നമുക്ക് സൂക്ഷിച്ചിവിടെ വെക്കാമല്ലോ ഇതേപോലെ. അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടാ. സൂപ്പറാണ്. ഒന്നും പറയാനില്ല. വാവ്. ഞാനപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് പഞ്ചസാര ലൈനി ഒഴിച്ചിട്ട് വെക്കുന്നതാണ്. വാവ്, സൂപ്പർ സൂപ്പർ. അപ്പോൾ വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോവുമായിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.